ഹായ് ഹലോ, അപ്പം ഞാൻ ഇതൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഒരു സ്ഥലം കാണും. അങ്ങനെ ഞങ്ങൾ അർമേനിയയിൽ പോയി വന്നു. ഇന്നലെ എത്തി, വീട്ടിലെത്തി. ഹായ് ഹലോ, അപ്പം ഞാൻ ഇതൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ അർമേനിയയിൽ പോയ വീഡിയോസ് ഇട്ട സമയത്ത് അതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എങ്ങനെയാണ് പോയത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ കൊടുക്കുക, എന്താ പറയുക, ഷെയർ ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ഡിസംബറിലാണ്. നമ്മൾ ബുക്ക് ചെയ്യുന്നത് ഒരു 3 മാസം മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ട്രാവൽസിലാണ് ബുക്ക് ചെയ്തത്. ഞങ്ങൾ ഫ്രണ്ട് വഴി ഒരു ട്രാവൽസിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങളൊരു 3 നൈറ്റ് 4 ഡേയ്സ് പാക്കേജാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ പോകേണ്ടതും ഇത്ര സ്ഥലങ്ങൾ കവർ ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ ടെമ്പിളിലേക്ക് പോവാണേ. എന്തൊരു തണുപ്പാ. അപ്പോൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തത് കൊണ്ട് നമുക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞാണ് കിട്ടിയത്. സീസൺ ആകുമ്പം റേറ്റ് കൂടും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് അർമേനിയയിലേക്ക്. അപ്പോൾ ആദ്യമായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ കുറേ ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബും അവിടുത്തെ ഫുഡും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് പോയത്. ഞങ്ങളിവിടുന്ന് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ നമ്മളെ കൊണ്ടുപോകാനുള്ള ഗൈഡ് അവിടെ എയർപോർട്ടിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു. അവർ നമ്മളെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരുകയും ഒക്കെ ചെയ്ത് തിരിച്ച് വരുന്നവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാ സ്ഥലവും കണ്ടു, അടിപൊളിയായിട്ട് വന്നു. നല്ല തണുപ്പായിരുന്നു. എൻ്റെ തലയിലും ഒക്കെ ഫുള്ളിതാ. സ്നോ ടൈം ആയതുകൊണ്ട് ഭയങ്കര തണുപ്പും, എന്താ പറയുക, മോന് ഈ ഐസിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് ഇവിടെ ഈ സമയത്ത് ഐസ് ഉണ്ടോ എന്ന് ചോദിച്ചത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. പക്ഷെ മൊത്തം ഐസായിരുന്നു. ഭയങ്കര തണുപ്പ്. ആദ്യത്തെ ദിവസമൊക്കെ അടിപൊളി, ഞങ്ങൾ എൻജോയ് ചെയ്തു. രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് പറ്റാതായി, ഭയങ്കര തണുപ്പായതുകൊണ്ട്. അച്ചു പറ്റാതായി. പിന്നെ എന്താ പറയുക, അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. എന്താ പറയുക, ഫുഡ് കുറച്ച് പ്രശ്നമായിരുന്നു. ഞങ്ങൾക്ക് ഇന്ത്യൻ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ നമ്മൾ സാൻഡ്വിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളും സലാഡും
അങ്ങനെയൊക്കെ കഴിച്ച് ഒപ്പിച്ചു. അങ്ങനെ ഫുഡിൻ്റെ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പോർക്ക്, ആ സൈസ് അതുപോലുള്ള ഫുഡാണ്. അതൊക്കെ കഴിക്കുന്നവർക്ക് കുഴപ്പമില്ല. നമ്മൾ പിന്നെ അത് കഴിക്കാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. പിന്നെ നല്ല രസമായിരുന്നു കാണാൻ. കണ്ടല്ലേ പൊടി. ഈ പൊടി കണ്ടോ? ഇതുപോലത്തെ അച്ഛനമ്മോളും ഇങ്ങനത്തെ വാങ്ങിക്കാൻ പോവാ. ഇതിലെ 80 മധുരമുണ്ട്. ഒരു പാക്കറ്റും കിട്ടും. നോക്കൂ, ഒരു കവറിലാണ് ഇത്. അവിടെ ചെന്നിട്ടാണ് വിസ എടുത്തത്. അവിടെ ചെന്ന എയർപോർട്ടിൽ നിന്നാണ് വിസ എടുത്തത്. അപ്പം ഇവിടെ ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ചെന്ന് എയർപോർട്ടിൽ ചെന്നിട്ടാണ് ഞങ്ങൾ വിസ എടുത്തത്. ഫ്ലൈറ്റിൽ നിന്ന് തന്നെ ഫോം വാങ്ങിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥലം കാണുള്ളൂ. ഒരു സ്ഥലം എന്താ നോക്കുന്നത് കുട്ടികളെ? എത്ര? അതെടുത്തോ. പിന്നെ ഞങ്ങളവിടെ നമുക്ക് താമസിക്കാനായിട്ട് നമ്മൾ അപ്പാർട്ട്മെൻറ്റാണ് എടുത്തത്. ഞങ്ങൾക്ക് 2 കുട്ടികളുള്ളത് കൊണ്ട് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 1 BHK പോലെ ഒരു റൂമും പിന്നെ ഒരു ഹാളും നമുക്കവിടെ കുട്ടികൾക്കൊക്കെ കിടക്കാൻ പറ്റുന്ന ഇതും കിച്ചണും ഒക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണമെങ്കിൽ അങ്ങനെയുള്ള ഒരു സെറ്റപ്പായിരുന്നു ഞങ്ങൾ. ഇതാണ് കേട്ടോ റൂം. ഇതൊരു ഫ്ലാറ്റ് പോലെയുണ്ട്. ഒരു അപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഷൂ ഒക്കെ വയ്ക്കാം. പെട്ടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ബാത്റൂം, ഇത് റൂം, ഇത് റൂം, ഇവിടെ കബോർഡുണ്ട്. ഇതിനകത്ത് അയൺ ബോക്സ് ഒക്കെ ഉണ്ട് അയൺ ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ കിച്ചൺ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഇവിടെ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പ്ലേറ്റും ഒക്കെ ഉണ്ട്. ഓവൻ, ഇവിടെ ഓവനും എന്താ പറയുക സ്റ്റൗ ഉണ്ട്. ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജ്. ഇത് പുറത്തോട്ടുള്ള വ്യൂ ആട്ടാ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല അടിപൊളിയാണ്, സൂപ്പറാണ്. പിന്നെ ഇത് ഹീറ്റർ, നല്ല തണുപ്പായതുകൊണ്ട് ഹീറ്റർ വെച്ചിട്ടുണ്ട്. അടുത്തതാണ് ലിവിങ് ആയിട്ടും ഇവർക്ക് 2 കിടക്കുകയും ചെയ്യാം. ഇവർ വന്ന ഉടനെ സ്ഥാനം പിടിച്ചു. ഒരു TV ഉണ്ട്. നല്ല അടിപൊളി ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ടേബിള്, എവിടുന്ന് നോക്കിയാലും നല്ല വ്യൂ ആണ്. അർമേനിയ മൊത്തം കാണാട്ടാ. പിന്നെ എന്താ ഇതെല്ലാം അപ്പാർട്ട്മെന്റാന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് റൂം? ഇഷ്ടമായാക്കൂ? അന്നാ അവിടെ ഫോണ് വൈഫൈ കിട്ടിയാ?
എനിക്ക് റൂം ഇഷ്ടമായി, അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബാക്കിയൊക്കെ പുറത്തുനിന്ന് കഴിക്കുക. പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് എന്താ പറയുക, ഒരു ഇപ്പോൾ റോപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ കയറണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. അല്ലാണ്ട് നമ്മൾ ഇവിടുന്ന് ട്രാവൽസിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ അക്കോമഡേഷൻ, ഫ്ലൈറ്റ് ചാർജ്, അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവിടുന്ന് നമ്മൾ എക്സ്ട്രാ ഓരോ സ്ഥലങ്ങളിൽ ഇപ്പം പൈസ കൊടുക്കുന്നില്ല. അതുപോലെ നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ ഓരോ സ്ഥലങ്ങൾ കാണുകയും ചെയ്യണം. വേണം പോകുന്നവർക്ക് പോവാം, അല്ലാത്തവർക്ക് വേണ്ട, അത്രേ ഉള്ളൂ. നല്ല പാക്കേജാണ് കിട്ടിയത്. നല്ല ട്രാവൽസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഒന്നും അറിയേണ്ടി വന്നില്ല. ഞങ്ങൾ പോയി തിരിച്ചു വരുന്നവരെ നല്ല അടിപൊളിയായിരുന്നു. നല്ല ഫ്ലൈറ്റ് ആയിരുന്നു. ഞങ്ങൾ ദുബായിൽ നിന്നാണ് പോയത്. ചില ആളുകൾ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് അങ്ങനെയൊക്കെ പോകുന്നത്, നമ്മൾ ഡയറക്റ്റാണ് പോയത്. അങ്ങനെ എന്താ പറയുക, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ട്രാവൽസ് വഴിയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാൻ പറ്റും. നമ്മൾ ചിലവർ ഡയറക്റ്റ് ഇങ്ങനെ നമ്മൾ ഓൺലൈൻ വിസയൊക്കെ എടുത്തിട്ട് ഓൺലൈനിൽ തന്നെ എല്ലാം ബുക്ക് ചെയ്ത് പോകുന്നവരുണ്ട്. നമ്മൾ പോയത് ഇങ്ങനെയാണ്. പിന്നെ ഫുഡ് എല്ലാ ഫുഡും കഴിക്കുന്നവർക്ക് പ്രശ്നമില്ല, ഏത് ഫുഡും കഴിക്കുന്നവർക്ക് കുഴപ്പമില്ല. നമുക്ക് എല്ലാ ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബാക്കിയെല്ലാം എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. ഞങ്ങൾ നല്ല പോലെ എൻജോയ് ചെയ്തു. മൊത്തം മഞ്ഞ്, അയ്യോ ഐസ്, അയ്യോ എന്തൊരു തണുപ്പാ. വേണ്ട അങ്ങോട്ടും പോലെ ഇതേണ്ട ഐസ് ആയിരുന്നു ഒരാള്. സൂപ്പറായിരുന്നു കേട്ടോ. വാന നിരീക്ഷണം അച്ചു പൈസ കൊടുക്കണം. Moosbine. What is this? 2000. This way? Moosbine. Big. More doing. Moosbine. Science wine. Pomegranate. ഓക്കെ. അടിക്കട്ടെ ഐസ്. അതാരെ മൂത്രമൊഴിച്ചായിരിക്കും. അത് തൊടട്ടെ. വേണ്ട ഇങ്ങനെ ഇറങ്ങിപ്പോ. വിളിക്കാത്ത കല്യാണത്തിന് ബോഡി ഗാർഡ്സിൽ കൊണ്ട് ഞാൻ കയറി ഓടിച്ചേനെ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, കുട്ടികൾക്ക് വിസ വേണ്ട. അവിടെ എയർപോർട്ടിൽ നിന്ന് അവർ കുട്ടികൾക്ക് വിസ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഡൾട്ടിന് മാത്രമേ വിസ വേണ്ടൂ. അങ്ങനെ ഒരു നല്ലൊരു കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ എന്താ പറയുക, അസർബൈജാനൊക്കെ പോകുന്ന സമയത്ത് എല്ലാവർക്കും വേണ്ടിയിരുന്നു. പിന്നെ ഇവിടെ പോയ സമയത്ത് അഡൾട്ടിന് മാത്രമേ വിസ വേണ്ടൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ലാംഗ്വേജിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു.
എന്താ അവിടെയുള്ളവർക്ക് അങ്ങനെ ഭാഷ ഒരു പ്രശ്നമായിരുന്നു. അവരുടെ ഭാഷയായിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് എന്താ പറയുക, നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്, നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് മലയാളി ആയത് കാരണം നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പഠിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ അവനിലൂടെ അറിയാൻ പറ്റി. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു, അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മലയാളീനെ തന്നെ കിട്ടിയപ്പോൾ അപ്പോൾ ഭയങ്കര ഇതായി, ഓരോ കാര്യങ്ങളും നമുക്ക് ചോദിക്കാമല്ലോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ സൂപ്പറായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. ബൈ.